മലേഷ്യയിലെ നൈറ്റ് ലൈഫും ഫുഡ് സ്ട്രീറ്റും ഒക്കെ കാണണ്ടേ? നേരെ പോരെ നമ്മൾ നിൽക്കുന്നത് കോലാലംപൂർ സിറ്റിയിലാണ്. പകലിലെ കാഴ്ചകളെക്കാളും അടിപൊളിയാണ് കേട്ടോ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു ബസ്സിന്റെ നീട്ടം നോക്കി ഇപ്പൊ സമയം ഏകദേശം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. ആളുകൾ ടൗണിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ കണ്ട ആ മലേഷ്യയുടെ ട്വിൻ ടവർ നോക്കി, രാത്രികാല കാഴ്ചയാണ്. എന്ത് ഭംഗിയാന്ന് നോക്കി. ഓരോ കെട്ടിടവും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഒരുപാട് ആളുകൾ ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടോ. വഴി സൈഡിൽ കൂടെ ഒരുപാട് മസാജിങ് സെന്ററുകൾ ആളുകളെ ഇങ്ങനെ മാടി വിളിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് രാജ്യക്കാരെ ഒരേ സ്ഥലത്ത് തന്നെ കാണാൻ പറ്റും. അത്രമാത്രം ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് പേര് ജീവിക്കാനായിട്ട് പല ജോലികൾ ചെയ്യുന്നുണ്ട്. പടം വരയ്ക്കുന്നവരുണ്ട്, ബലൂൺ വിൽക്കുന്നവരുണ്ട്, ഹോട്ടലുകൾ നടത്തുന്നുണ്ട്, ഇതുപോലെ വേഷം കെട്ടിയ ആളുകളുടെ മുന്നിൽ നിന്നും പണം പിരിക്കുന്നവരുണ്ട്, കരോക്കെ ഗാനമേള നടത്തുന്നവരുണ്ട്, ഡാൻസ് കളിക്കുന്നവരുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ആളുകളെ നമുക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റും. ഇനി നമ്മൾ പോകാൻ പോകുന്ന ഇവരുടെ ഫുഡ് സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ ഇവരുടെ ദൂരിയാൻ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടിന്റെ ഒരു ബാഡ് സ്മെല്ലാണ് വരുന്നത്. നല്ല ടേസ്റ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആ ഒരു സ്മെല്ല് കാരണം നമ്മൾ കഴിക്കില്ല. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളും കാണാം. ഇതൊരു മാംഗോ റൈസ് ആണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ്. പിന്നെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ വറുത്തും പൊരിച്ചും ഒക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളിലെ ഫുഡ് ഇവിടെ കിട്ടും. ഈ കമ്പിൽ കോർത്ത് വെച്ചിരിക്കുന്നത് നീരാളിയാണ് കേട്ടോ. നമ്മൾ ഏത് പീസ് വേണോ അത് കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ ലൈവ് ആയിട്ട് ഫ്രൈ ചെയ്ത് തരും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് ഈ ഒരു ഫുഡ് സ്ട്രീറ്റ്. ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കുറേ അധികം ഫുഡുകളുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടാത്ത മണങ്ങളും ഇഷ്ടപ്പെട്ട മണങ്ങളും ഒക്കെ ഇതിന്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡുകളൊക്കെ രുചിച്ച് ആടിയും പാടിയും മസാജിങ്ങും ഒക്കെ ചെയ്തുകൊണ്ട് ഈ രാത്രി ഇങ്ങനെ കടന്നു പോകും. അങ്ങനെ ഉറങ്ങാത്ത രാത്രികളാണ് മലേഷ്യയെ സംബന്ധിച്ച്. ഞങ്ങളും കുറേ അധികം ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം നേരെ ഒരു ടാക്സിയും വിളിച്ച് നമ്മുടെ റൂമിലേക്ക് പോയിട്ടോ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ടാക്സി എന്ന് പറയുന്നത്.